ഹലോ എവിടെടാ? എല്ലാം ഇതിവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാണ്. കൂട്ടും കുടുംബം നോക്കണ്ട എനിക്ക്. എന്നോടൊന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല. എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ നോക്കടാ. അന്നെ പോലല്ലേ ഇപ്പൊ എല്ലാവരും. എന്റെ കൂട്ടുകാരൊക്കെ എന്തെല്ലാം പണിക്ക് പോയിട്ട് 10 റുപ്യ ഉണ്ടാക്കുന്നുണ്ട്. ഇജ്ജോടെ ഒന്ന് ഫോൺ ചെയ്ത് കാണ്ട് എവിടെടാ എവിടെടാന്ന് പറഞ്ഞാണ്ട് എന്റെ ജീവിതം അങ്ങനെ പോകുന്നല്ലാതെ എനിക്ക് എന്തെങ്കിലും പണിക്ക് പോയാലല്ല 10 റുപ്യ കിട്ടുള്ളൂ. ഇത് നിനക്കും വേണ്ടി നല്ലീനാണ് ഞാൻ പറഞ്ഞത്. ഇജ്ജിന്റെ കൂടെ കണ്ടു വാ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ ബലാലെ. മൻസൂറെ, എന്റെ അനിയനിക്കൊരു വണ്ടി ഞാൻ പോയി നോക്കിന്. ഒരു കഞ്ചി വണ്ടി, അന്റെ പോലത്തെ ഒരു വണ്ടിയാണ് ഷോറൂമില്. അപ്പൊ എനിക്കൊരു വണ്ടി എടുക്കണം നല്ലൊരു മോഹമുണ്ട്. ഇപ്പൊ ഇങ്ങനെ തേരാപ്പേര നടക്കല്ലേ. അപ്പൊ ഈ കഞ്ചി വണ്ടിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് ഫുൾ എനിക്ക് അറിഞ്ഞു കൊള്ളാന്നുണ്ട്. ഒന്ന് പറഞ്ഞു തരുമോ? ഓ പറഞ്ഞുതരാം. വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടി ഞാൻ വണ്ടി ഒന്ന് നോക്കട്ടെ. നീ നമുക്ക് കൊടുക്കാൻ പോകണം. ഇങ്ങോട്ട് നമുക്ക് ഇതിന് പോകാണെ കൊയലൊന്നും ഇല്ല. അത് കഞ്ചി വണ്ടി അല്ല. അതിനെക്കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ കയറി നമുക്ക് പോകാൻ പോണത് കാല് പോണത് നല്ലോണം നടക്കുകയാണ്. ഈ പുറത്ത് നിന്ന് കണ്ട് ഫുള്ള് പറഞ്ഞാട്ടിക്ക. ഇവിടെ 3-4 വണ്ടി വേറെ ഉണ്ടല്ല. കേട്ടോ വാ. ഇപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് 2 വർഷമായി. 2 വർഷം 1 മാസമായി. ഏകദേശം ഞാൻ 1,06,700 കിലോമീറ്റർ ഓടി. 1,06,000 2 വർഷം കൊണ്ട് 1,06,000 ചില്ലറ കിലോമീറ്റർ ഞാൻ ഓടി. ഇപ്പോഴും മൈലേജ് 150, 155, 160. ഇപ്പൊ നമ്മൾ ലോങ് പോകുന്നുണ്ടെങ്കിൽ 160-ലും കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടും. ഇതിപ്പോ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു ദിവസം ചാർജ് ചെയ്യാൻ 80 റുപ്യ കറണ്ട് ബില്ല് വരുള്ളൂ. വീട്ടില് 80 റുപ്യ കറണ്ട് ബില്ല്. വെറും 80 റുപ്യ വരുള്ളൂ. ഇപ്പൊ നമ്മള് ഡീസൽ വണ്ടി ഒന്നും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയോ ലാഭമാണ്. ഡീസൽ നമുക്ക് അറിയില്ല ഒരു ദിവസം എത്ര റുപ്യ ഡീസൽ നമ്മൾ അടിക്കണം. എല്ലാം കൊണ്ടും വണ്ടി കാരണം 2 വർഷം 1,00,000 ചില്ലറ ഓടിയിട്ടും മൈലേജിലോ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഈ 2 വർഷം കൊണ്ട് എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ സ്പേസ് നോക്കാൻ നിങ്ങൾ നമ്മള് മറ്റുള്ള വണ്ടിനേക്കാളും നല്ല സൗകര്യം, സാധനങ്ങൾ വെക്കാനും ആളുകൾക്ക് ഇരിക്കാനും. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു സീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആളുകൾക്ക് ഇരിക്കാനും ഇവിടെ എല്ലാ സൗകര്യം എല്ലാം കൊണ്ടും എല്ലാ സൗകര്യം ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് പോകാനുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട് എല്ലാം കൊണ്ടും ഉഷാറാണ്. പിന്നെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ആയിട്ട് അതാണ് ആളുകൾക്ക് യാത്ര. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഒരു 3-4 പേരുണ്ടാവും, കുറച്ച് കുട്ടികളുണ്ടാവും. കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യം. അത്യാവശ്യം നമ്മൾ ഏത് നല്ല ട്രിപ്പും കിട്ടും. കാരണം വണ്ടി സൗകര്യമുണ്ട്. ആളുകളൊക്കെ വിളിക്കും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മെയിൻ. അപ്പൊ നമ്മൾ അങ്ങാടിക്കുന്ന ഒരാൾ വന്നാൽ ആദ്യം ഇലക്ട്രിക് വണ്ടി നോക്കല്. കാരണം അതിൽ അത്യാവശ്യം ആളെ കൊള്ളുന്നുണ്ട്. അതൊക്കെയാണ് നോക്കൽ ആളുകൾ. അങ്ങനെയൊക്കെയാണ് വണ്ടിന്റെ അവസ്ഥ. അപ്പൊ ഏതായാലും ഞാനൊരു നിങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കാൻ എടുത്തോളി. കാരണം ഇപ്പൊ ഡീസൽ പൊതുവെ ഇറക്കം കുറവാണ്. അത് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കാൻ എടുത്തോളി. ഏതായാലും ഞാൻ ഒരു വണ്ടി ഞാൻ പോയി നോക്കി അതിനെ ഞാൻ എനിക്ക് മേടിച്ചു കൊടുക്കാം. ഇപ്പൊ വണ്ടിനെ പറ്റി ഫുള്ള് ഡീറ്റെയിൽസ് കേട്ടില്ല. എന്നാ കേട്ട് വാ. എന്നാ ശരി. അസ്സലാമലൈക്കും. ഇതാണ് മഹീന്ദ്രന്റെ ഇലക്ട്രിക് വണ്ടി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതാ ഇവരെ കസ്റ്റമർ നമ്പർ കൊടുക്കുന്നുണ്ട്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും.